ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിച്ച് ഗീതാ ഗോപി. മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്ന് ആരോപിച്ചാണ് ഗീതാ ഗോപി CC മുകുന്ദന് വക്കീൽ നോട്ടീസ് അയച്ചത്. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ഹോസ്റ്റലുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിൽ. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. കൊടുങ്ങല്ലൂർ മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഞായറാഴ്ച. 21-നാണ് അശ്വതിക്കാവ് തീണ്ടൽ. ഒരു വർഷം മുൻപ് തകർന്ന എറവ് തോട്ടുപുര പടവിന്റെ മോട്ടോർ ഷെഡ് അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. കൃഷിവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച നിലം തരിച്ചിടാൻ കർഷകർ. വാർത്തകൾ വിശദമായി. CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിച്ച് ഗീതാ ഗോപി. മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഗീതാ ഗോപി CC മുകുന്ദന് വക്കീൽ നോട്ടീസ് അയച്ചു. ഈ മാസം 16-നകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ്. അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. LDF-ന്റെയും CPI-യുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് നിയമ നടപടി സ്വീകരിച്ചതെന്ന് ഗീതാ ഗോപി പറഞ്ഞു. നാട്ടികയിൽ CC മുകുന്ദന് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസ് തീരുമാനം വൈകുന്നു. ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും മുകുന്ദന് കോൺഗ്രസ് ഉറപ്പൊന്നും നൽകിയിട്ടില്ല. നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് DCC, KPCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി കാര്യത്തിൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് മുകുന്ദന്റെ തീരുമാനം. കോൺഗ്രസിന്റെ മറുപടി അനുകൂലമല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ യോഗം വിളിച്ച് തുടർ തീരുമാനങ്ങളെടുക്കും. മുകുന്ദനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് BJP നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പിന്തുണച്ചില്ലെങ്കിൽ BJPയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്നതിൽ CC മുകുന്ദൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരിയിൽ പ്രതിഷേധ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. DYFI തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗം K. സച്ചിൻ, KU സരിത, VP പ്രേംശങ്കർ എന്നിവർ സംസാരിച്ചു. പാചകവാതക ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴുവിൽ പോസ്റ്റ് ഓഫീസിനു മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം കക്കേരി, DCC ജനറൽ സെക്രട്ടറി അശോക് കോമത്ത് കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാവർട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് നേതാക്കളായ V. വേണുഗോപാൽ, CJ സ്റ്റാൻലി, ഷാജു തരകൻ, വിമല സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും മറ്റൊരു സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ചില ഹോട്ടലുകൾ വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. മധ്യകേരളത്തിൽ കൊച്ചി ഉദയംപേരിലുള്ള പ്ലാന്റിൽ നിന്നാണ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ് പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടർ വിതരണം ചെയ്തിരുന്നുവെങ്കിലും അതും ഏറെക്കുറെ നിലച്ചു. സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമമല്ല. അതേസമയം സിലിണ്ടറുകളുടെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ നടപടികളുമായി കേന്ദ്രം രംഗത്തെത്തി. സംസ്ഥാനങ്ങളിൽ വ്യാപക പരിശോധന നടത്തിവരികയാണ്.
പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരത്തിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കൊളംബോ ഹോട്ടലാണ് ഇന്ന് അടച്ചുപൂട്ടിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടിയതെന്ന് ഹോട്ടൽ അധികൃതർ പറഞ്ഞു. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. ജനകീയ റോഡിൽ പുന്ന-വീട്ടിൽ ജഗന്നിവാസൻ, സഹോദരി നന്ദിനി, കറുത്തവക ഗംഗാധരൻ, കൊച്ചുപറമ്പിൽ അമൽ എന്നിവർക്കാണ് കടിയേറ്റത്. ജഗന്നിവാസൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണ് അക്രമാസക്തനായത്. ജഗന്നിവാസനെയും സഹോദരിയെയും ആക്രമിച്ച ശേഷം നായ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഗംഗാധരനെ ശരീരമാസകലം നായ കടിച്ചുകയറി. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമലിന് കടിയേറ്റത്. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. പേവിഷബാധ ലക്ഷണങ്ങളോടെ ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സാഹചര്യത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ തെരുവുശല്യം ഇല്ലാതാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല പ്രകടനം നടത്തി. കൊല്ലൻപടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വെള്ളറക്കാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, സെക്രട്ടറി MH നൌഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PN വിജയകുമാർ, സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈനി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിന്റെ കാര്യകാരണങ്ങൾ ഞങ്ങളിവിടെ വിശദീകരിക്കാതെ തന്നെ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ ദീപസ്തംഭത്തിന് കീഴെയുള്ള വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ ഭഗവതി വീട്ടുകാർ കുഴിയെടുത്ത് മൂടി അതിന്മേൽ ചെമ്പട്ടി വിരിച്ച് കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ തച്ചോളി തറവാട്ടുകാരാണ് ആദ്യ കോഴിയെ സമർപ്പിക്കുന്നത്. കോഴിക്കല്ല് മൂടൽ ചടങ്ങോടെ ഭരണി ആഘോഷത്തിന് തുടക്കമാകും. 21-നാണ് അശ്വതിക്കാവ് തീണ്ടൽ. ഭരണിനാളിൽ വെന്നിക്കുടി നാട്ടുന്നതോടെ ബീനമര ആഘോഷം സമാപിക്കും. എറവ് തോട്ടുപുര പടവിന്റെ മോട്ടോർ ഷെഡ് തകർന്നിട്ട് 1 വർഷത്തോളമാകുന്നു. ഇനിയും കേടുപാടുകൾ തീർക്കാൻ കൃഷി വകുപ്പ് തയ്യാറായില്ലെങ്കിൽ നിലം തരിശിടാൻ ഒരുങ്ങുകയാണ് കർഷകർ. 80 ഏക്കർ വരുന്ന തോട്ടുപുര പടവിന്റെ മോട്ടോർ ഷെഡിന്റെ മേൽക്കുര കഴിഞ്ഞ വർഷമുണ്ടായ മിന്നൽ ചുഴലിയിൽ ആണ് നിലംപൊത്തിയത്. അരുമ്പൂർ കൃഷിഭവനിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. മേൽക്കൂര പറന്നുപോയതോടെ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റിന്റെ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് മഴ നനയാതിരിക്കാൻ ടാർപ്പായ വലിച്ചു കെട്ടിയാണ് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽപ്പെട്ട് ടാർപ്പായയും നിലംപൊത്തി. മഴക്കാലം വന്നാൽ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് അഴിച്ചുമാറ്റിവെച്ച് കൃഷി ഇറക്കാറാകുമ്പോൾ തിരികെ കൊണ്ടുവയ്ക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ഇതിനായി ഏറെ അധ്വാനവും പണച്ചെലവും വരും. എത്രയും പെട്ടെന്ന് മോട്ടോർ ഷെഡ് അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ കൃഷി ഇറക്കാതെ തരിശിടുമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി PK സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് യതീന്ദ്രനാഥ് എന്നിവർ പറഞ്ഞു. അതേസമയം മോട്ടോർ ഷെഡ് നന്നാക്കുന്നതിനായി 52,000 രൂപ അടിയന്തര സഹായം അനുവദിച്ചിരുന്നുവെന്നും രജിസ്റ്റേർഡ് എഞ്ചിനീയറുടെ എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടിട്ടും പാടശേഖര സമിതി നൽകാത്തതാണ് തടസ്സമെന്നും കൃഷി ഓഫീസർ സ്വാതി സാബു പറഞ്ഞു. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കീഴടം രാമൻ നമ്പൂതിരിയെ ദേവസ്വം ഭരണസമിതി തിരിച്ചെടുത്തു. 4 മാസത്തിലേറെയായി ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പ്രവൃത്തികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഭക്തരുടെ മുൻപിൽ വെച്ച് ക്ഷേത്രം ശ്രീലകവാതിൽ കുട്ടിയടച്ചതിനെ തുടർന്നുള്ള പരാതിയിലാണ് രാമൻ നമ്പൂതിരിയുടെ പേരിൽ നടപടിയെടുത്തത്. കഴിഞ്ഞ ഒക്ടോബർ 20-നായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. ദീപാരാധന സമയത്ത് ഭരണസമിതി അംഗം തൊഴാനെത്തിയപ്പോഴേക്കും ക്ഷേത്രനട അടയ്ക്കേണ്ട സമയമായിരുന്നുവെന്നാണ് പറയുന്നത്. കീഴടം രാമൻ നമ്പൂതിരി ക്ഷേത്രം ശ്രീലകവാതിൽ അടച്ചു. സംഭവം ദേവസ്വം ഭരണസമിതിയിൽ പരാതിയായി വന്നു. ഈ സമയത്ത് നാലമ്പലത്തിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, ക്ഷേത്രം മാനേജർ എന്നിവരിൽ നിന്നും ദേവസ്വം വിവരങ്ങൾ തേടുകയായിരുന്നു. രാമൻ നമ്പൂതിരിയിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്നാണ് കീഴ്ശാന്തി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല.
നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. ചികിത്സാ പിഴവിനെ തുടർന്ന് കല്ലൂർ സ്വദേശി വട്ടക്കുഴി റാഫി ജോസ് കോമയിലായ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തൃശൂർ ദയ ആശുപത്രിയിലേക്ക് മാർച്ചും ജനപ്രതിനിധികൾ ഉപവാസ സമരവും നടത്തി. പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം ഇ.എ. ഓമന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, ജനനീതി ജില്ലാ പ്രസിഡന്റ് വിൽസൺ പണ്ടാരവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ നൽകണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും റാഫിയുടെ ഭാര്യ ബിൻസി ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ അമ്യൂണിറ്റി സെന്ററിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതായി പരാതി. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം രൂക്ഷമാണ്. കുടുംബശ്രീയുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഹോട്ടലുകൾക്ക് സമീപത്താണ് മാലിന്യം ഒഴുകുന്നത്. അമ്യൂണിറ്റി സെന്ററിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കാണ്. മാലിന്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തിരുവില്ലാമല പഞ്ചായത്ത് ക്ഷേത്രം ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച വാട്ടർ ATM പ്രവർത്തനരഹിതമായി. വില്ലാദ്രിനാഥ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥാപിച്ച വാട്ടർ ATM നിരവധി പേർക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടും മുൻപ് വാട്ടർ ATM പ്രവർത്തനരഹിതമായി. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂടുകയാണ്. ഒരു തുള്ളി ദാഹജലത്തിനായിട്ടാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച ഈ വാട്ടർ ATMിൽ നിന്ന് ₹1 കോയിനിട്ട് 1 ലിറ്റർ വെള്ളം പിടിക്കാൻ വേണ്ടി എത്തിയത്. പക്ഷേ നിർഭാഗ്യം എന്നല്ലാതെ മറ്റെന്താ പറയുക, ഒരു തുള്ളി വെള്ളം പോലും ഈ ATMിൽ നിന്ന് കിട്ടുന്നില്ല. ഈ ATM ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം മാസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. ഒരു വർഷം പോലും ആയിട്ടാണ് എന്ന വസ്തുത. ആ ഒരു വർഷമാവുന്നതിന് മുമ്പ് തന്നെ ഈ ATMിന്റെ പ്രവർത്തനം നിലച്ച മട്ടാണ്. കോൺഗ്രസ് നേതാവ് TK കൊച്ചനിയന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു, മണ്ഡലം പ്രസിഡന്റ് ഹരി നമ്പലാട്ട്, സന്തോഷ് കോലഴി, ഹരി PS വേണുഗോപാൽ, P ഗിരീഷ്, ലിൻസൺ തിരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച കുന്നംകുളം നഗരസഭയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിവിധ വിഭാഗങ്ങളിലെ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ആദരിച്ചു. സമാദരം ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ മുൻ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് തുടങ്ങിയവരെ പുരസ്കാരം നൽകി ആദരിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, ആർഷ ജിജു, പുഷ്പ ജോൺ, മുൻ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. കത്തുന്ന വേനലിൽ വഴിയാത്രക്കാർക്ക് സാന്ത്വനമായി മുണ്ടൂർ കർമ്മലമാതാ ദേവാലയത്തിന് മുന്നിൽ തണ്ണീർ പന്തലൊരുക്കി. അപകടങ്ങളിൽ സഹായമായി വഴിയരികിൽ മരുന്ന് പെട്ടിയും സ്ഥാപിച്ചു. മുണ്ടൂർ മൗണ്ട് കാർമൽ ഇടവകയുടെ നേതൃത്വത്തിലാണ് കാരുണ്യത്തിന്റെയും കരുതലിന്റെയും പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. മുണ്ടൂർ സെന്ററിലും സമീപത്തും സംസ്ഥാനപാതയിൽ അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനായി ഫസ്റ്റ് എയ്ഡ് മരുന്നുകൾ ഉൾക്കൊള്ളുന്ന വഴിയരികിലെ മരുന്നുപെട്ടിയുടെ ഉദ്ഘാടനം അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ നിർവഹിച്ചു. അപകടങ്ങളിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് പ്രാഥമിക ചികിത്സയുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകാൻ അമല മെഡിക്കൽ കോളേജ് തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു. തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളത് എന്തുകൊണ്ടും വളരെ അഭിമാനമുള്ളതാണ്. നിങ്ങളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കാരണം ഈ ഒരു ചിന്ത തന്നെയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാൻ എനിക്ക് വളരെ എളുപ്പമുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയാണ്. വഴിയാത്രക്കാർക്ക് ദാഹജലം ലഭ്യമാക്കുന്ന തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. മുണ്ടൂർ മൗണ്ട് കാർമൽ ഇടവക വികാരി ഫാദർ ബാബു അപ്പാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ, നടത്തു കൈക്കാരൻ സാന്റോ തരകൻ, കൈക്കാരൻ TA അഗസ്റ്റിൻ, പള്ളി പ്രതിനിധി യോഗം സെക്രട്ടറി ബസാനിയോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ.
ചേരൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. കാസിനോ ഹോട്ടൽ സീനിയർ ഓപ്പറേഷൻസ് മാനേജർ ടി.കെ. ജോയ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ സോസ് ഷെഫ് ടി.ആർ. രഞ്ജിത്ത്, പ്രൊഫസർ കുര്യൻ എന്നിവർ ചേർന്ന വിധി നിർണയവും സമ്മാനദാനവും നടത്തി. പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിറ്റ്സിയ, മാനേജർ സി. സീന, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് നഗരം ചുറ്റി സമാപിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ ബിജോയുടെ നേതൃത്വത്തിലായിരുന്നു റൂട്ട് മാർച്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനായി ചാവക്കാട് മേഖലയിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. അഞ്ചങ്ങാടി വളവ് മുതൽ വട്ടേക്കാട് സെന്റർ വരെയാണ് റൂട്ട് മാർച്ച് നടത്തിയത്. SSB കമാൻഡർ സിദ്ധാർത്ഥ് സിംഗ്, ഗുരുവായൂർ ACP സുരേഷ്, ഗുരുവായൂർ ടെമ്പിൾ CI വിനോദ്, SI-മാരായ സജീവ്, AU മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളും ഹൈ സെൻസിറ്റീവ് ബൂത്തുകളും ചാവക്കാട് മേഖലയിലാണ്. മാള അരവിന്ദന്റെ 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മാള അരവിന്ദൻ ഫൌണ്ടേഷൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഫൌണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരപ്പാടൻ അധ്യക്ഷനായി. നടൻ TG രവി മുഖ്യാതിഥിയായി. സുഖേഷ് മോഹൻ, തൃശൂർ ശാന്ത, അവന്തിക N ഷേണായി എന്നിവരെ ആദരിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ, ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഗായകൻ കണ്ണൻ G നാഥ്, ഫൌണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. റമദാനിലെ അവസാന 10 ദിവസങ്ങളുടെ ആത്മീയ ധന്യതയിൽ ഇഹ്തികാഫ് ആചരിച്ച് വിശ്വാസികൾ. ഒരു ദിവസമോ പല ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ചു സമയമെങ്കിലും പ്രാർത്ഥനാ നിർഭരമായി പള്ളിയിൽ കഴിയുന്നതാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. പ്രവാചകൻ റമദാനിലെ അവസാന 10 ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി അല്ലാഹുവിനെ ആരാധിക്കാൻ പള്ളികളിൽ ഏകാഗ്രതയോടെ കഴിയുന്നതാണ് ഇഹ്തികാഫിന്റെ ആത്മാവ്. പുണ്യ റമദാനിലെ അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരാരാധനയാണ് ഇഹ്തികാഫ് എന്നുള്ളത്. ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി അള്ളാഹുവിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ചിന്തകളെയും കാതുകളെയും കണ്ണുകളെയും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള പള്ളിയിൽ ഇരിക്കുന്ന ഒരു ഇബാദത്തിനാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് റമദാൻ ഷരീഫിലെ അവസാനത്തെ 10 ദിവസങ്ങൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്തികാഫ് എന്ന് പറയുന്ന ആരാധനയുമായി കൂടുതൽ പള്ളിയിൽ ചെലവഴിക്കുമായിരുന്നു. തിരക്കേറിയ ജീവിതത്തിൽ നിന്നും മാറി കുറച്ചു സമയമെങ്കിലും ശരീരവും മനസ്സും പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിക്കുന്ന ആത്മീയാനുഭവമായി വിശ്വാസികൾ ഇഹ്തികാഫിനെ കാണുന്നു. ഒഴിവാക്കാനാവാത്ത ആവശ്യങ്ങൾക്കായി മാത്രമാണ് പള്ളിക്ക് പുറത്തേക്ക് പോകുന്നത്.
ആത്മസംസ്കരണം, സ്വയം വിചാരണ, തൗബ അഥവാ പശ്ചാത്താപം, ഖുറാൻ പാരായണം, ദിക്റുകൾ, പ്രാർത്ഥനകൾ, നിസ്കാരം തുടങ്ങിയ വിവിധ ആരാധനകൾക്കുള്ള അവസരമാണ് ഇഹ്തികാഫ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ആറാട്ടുപുഴ പൂരത്തിന് പൂരപ്പാടം ഒരുങ്ങുന്നു. തേവർ റോഡിന്റെ ഇരുവശത്തുമുള്ള 30 ഏക്കറിലധികം വിസ്തൃതിയുള്ള പാടം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൂരത്തിന്റെ പ്രധാന ആകർഷണമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നത് ഈ പാടത്താണ്. ഈ മാസം 30-നാണ് ആറാട്ടുപുഴ പൂരം. വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനം ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുമെന്ന് KS ഹംസ. പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അംഗം എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഹംസ ലീഗുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് CPM-ൽ ചേരുകയായിരുന്നു. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ കണ്ണിന് കുളിരേകി കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. പാതയോരങ്ങളിലും ഗ്രാമവഴികളിലും മഞ്ഞപ്പട്ടുടുത്തു നിൽക്കുന്ന കൊന്നമരങ്ങൾ ഐശ്വര്യപൂർണമായ വിഷുക്കാലത്തിന്റെ വരവറിയിക്കുകയാണ്. വേനൽച്ചൂടിൽ വെന്തുരുകുന്ന മണ്ണിൽ സ്വർണ്ണവർണ്ണം വാരി വിതറുന്ന കാഴ്ച നയനമനോഹരമാണ്. ഏപ്രിൽ പകുതിയോടെ എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞു. കാലം തെറ്റിപ്പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ പൂവിട്ട് നിൽക്കുന്ന കണിക്കൊന്നകൾ പ്രകൃതിയുടെ അത്ഭുതമായി ഇന്നും തുടരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമായി സങ്കല്പിക്കുന്ന കൊന്നപ്പൂക്കൾ വിഷുക്കണിയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. വിഷുദിനത്തിൽ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കാൻ ഈ പുഷ്പങ്ങൾ അണിനിരക്കും. പാതയോരങ്ങളിൽ കൊന്നപ്പൂക്കൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് വഴിയാത്രക്കാർ. കാഴ്ചക്കാരുടെ മനം കവരുന്ന ഈ മഞ്ഞ പകിട്ട് വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ്. TCV ന്യൂസ്, കുന്നംകുളം. കൊരട്ടിയിൽ ആഡംബര കാറിൽ കടത്തിയ 96.45 ഗ്രാം MDMA-യുമായി യുവാവിനെ പോലീസ് പിടികൂടി. കരുനാഗപ്പള്ളി നീലിക്കുളം സ്വദേശി ഷംനാദാണ് അറസ്റ്റിലായത്. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഷംനാദ് ഓടിച്ചിരുന്ന കാർ 4 വാഹനങ്ങളിൽ ഇടിച്ചു. തൃശൂർ റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം കിലോമീറ്ററോളം പിന്തുടർന്നായിരുന്നു സാഹസികമായി ഇയാളെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കോട്ടപ്പുറം ചേരമാൻ പറമ്പ് വാർഡിൽ MP ഫണ്ട് ഉപയോഗിച്ച് ടൈൽ വിരിച്ച ബിഷപ്പ് ഹൌസ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. ബെന്നി ബെഹനാൻ MP റോഡ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ്, കൌൺസിലർമാരായ VM ജോണി, ഷൈബി ജോസഫ്, പ്രിൻസി മാർട്ടിൻ, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ ഫാദർ റോക്കി റൂബിൻ കളത്തിൽ, DCC ജനറൽ സെക്രട്ടറി TM നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു. ഫണ്ട് അനുവദിച്ചിരുന്ന ബഹുമാനപ്പെട്ട MP ആണ്. ചെയർപേഴ്സന്റെ ഒട്ടനവധി ഇടപെടലുകൾ വേണ്ടി വന്ന് ധൈര്യം കൊടുത്തുകൊണ്ട് ഈ റോഡിന് വേണ്ടി ഈ റോഡിന്റെ ഭാഗത്തും ടൈൽ വിരിച്ച് മനോഹരമാക്കി കഴിഞ്ഞപ്പോൾ ഈ ജംഗ്ഷനിൽ അപാരമായ വെള്ളക്കെട്ട് ഇടപെട്ടോളം വെള്ളത്തിൽ നീന്തി പോകാന്ന് പറഞ്ഞു. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ തണ്ണീർപന്തലൊരുക്കി. ചിറക്കൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ സുജിത് കുമാറിന് തണ്ണിമത്തൻ ജ്യൂസ് നൽകി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ധ്യ സജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പലിന്റെ ഹൃദയഭാഗമായ ചിറക്കൽ സെന്ററിൽ എല്ലാവർക്കും തണ്ണിമത്തന്റെ ജ്യൂസ് നൽകുകയാണ്. തുടർന്ന് അങ്ങോട്ട് വ്യാപാരി വ്യവസായികളുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ അത് സംഭാരമാണെങ്കിലും തണുത്ത വെള്ളമാണെങ്കിലും അത് കൊടുക്കും. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും ഹൈക്കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് KV ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MD ഷാജു അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ KV ശിവകുമാർ, പ്രിൻസിപ്പൽ Dr. KS ഷാജു, വൈസ് പ്രിൻസിപ്പൽ ആൽബർട്ട് ആന്റണി, പ്രൊഫസർ PP ഗോപിനാഥൻ നായർ, ഷാജു വാലപ്പൻ, Dr. NA ജോമോൻ, ജനറൽ കൺവീനർ PR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാള
ടൗണിൽ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പശ്ചിമബംഗാൾ സ്വദേശിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ടാക്സി ഡ്രൈവർ നെയ്തക്കുടി സ്വദേശി ബാലനെ പകൽ സമയത്ത് ആക്രമിച്ച സംഭവത്തിലാണ് പശ്ചിമബംഗാൾ സ്വദേശി അഡോർ അറസ്റ്റിലായത്. കാറിൽ ചവിട്ടി നിന്നത് ബാലൻ ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കത്തെ തുടർന്നാണ് ആക്രമിച്ചത്. നാട്ടികയിൽ വൻതോതിൽ കഞ്ചാവും മാരകായുധങ്ങളും പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കഞ്ചാവ് എത്തിച്ചു നൽകിയ വലപ്പാട് സ്വദേശി പണിക്ക് വീട്ടിൽ മുഹമ്മദ് ഷെജിയെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മീൻ പിടിക്കാനെന്ന വ്യാജേന കഞ്ചാവ് വിൽപ്പന നടത്തിയ നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണു നേരത്തെ അറസ്റ്റിലായിരുന്നു. ചായപ്പൊടി കച്ചവടത്തിന്റെ മറവിൽ ഇടുക്കിയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയാണ് മുഹമ്മദ് ഷെജി വിഷ്ണുവിന് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ആളൂർ സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ തിലകനെ കാപ്പ ചുമത്തി 3 മാസത്തേക്ക് നാടുകടത്തി. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡിഐജി ടി നാരായണനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷൻ GSI ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ എന്നിവർ ഉത്തരവ് നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകി. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എലിഞ്ഞിപ്രയിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ മൂർഖൻ പാമ്പിനെ ഫോറസ്റ്റ് മൊബൈൽ സ്ക്വാഡ് വിഭാഗം പിടികൂടി. ചുള്ളിപ്പറമ്പിൽ ഷൈജുവിന്റെ കിണറ്റിലാണ് പാമ്പ് അകപ്പെട്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് മൊബൈൽ സ്ക്വാഡ് ടീം എത്തിയാണ് പാമ്പിനെ പിടിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിച്ച ഗീതാ ഗോപി. മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്ന് ആരോപിച്ചാണ് ഗീതാ ഗോപി CC മുകുന്ദന് വക്കീൽ നോട്ടീസ് അയച്ചത്. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ഹോസ്റ്റലുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിൽ. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. കൊടുങ്ങല്ലൂർ മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഞായറാഴ്ച. 21-നാണ് അശ്വതിക്കാവ് തീണ്ടൽ. ഒരു വർഷം മുൻപ് തകർന്ന എറവ് തോട്ടുപുര പടവിന്റെ മോട്ടോർ ഷെഡ് അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. കൃഷി വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച നിലം തരിച്ചിടാൻ കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം,
കണ്ണിലെ കൃഷ്ണമണി പോലെ.